ഹലോ ഗൈസ്, നമ്മളിന്ന് ഷാലുമുള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഷാലുമുള കോഴിക്കോടേക്ക് പോവുകയാണ്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കൊണ്ടാക്കാനായിട്ട്. ഗംഗമ്മ ഞാൻ ചെന്നപ്പോഴത്തേക്കാണ് ചോറൊക്കെ വാരി കൊടുക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താണ് ഇവിടെ ഒരു സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ പോകുന്നതിൻ്റെതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷാലു പറഞ്ഞു യെസ് യെസ് അതേന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ബാലമോൻ. ഇടയ്ക്കത്തെ വീഡിയോസിലൊക്കെ വരാറുണ്ട്. ഷാലുമോളുടെ ടിൻ ബ്രദറാണ്. പിന്നെ ഉണ്ണിക്കുട്ടി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പിന്നെ ഒരുങ്ങുന്നിടയ്ക്ക് ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ണിക്കുട്ടി ഉണ്ടാക്കിയതാണ്. ഇല്ലേ ഉണ്ണിക്കുട്ടി? ഇതുണ്ടാക്കിയതാ. പിന്നെ ഒരു മിൽക്കാട്ടിന്റെ വഞ്ചിയാണ്. പിന്നെ പിന്നെ ഒരു ഓർഗനൈസർ. ഇതൊക്കെ തുറക്ക്. ഇതൊക്കെ ഉണ്ണിക്കുട്ടി ഉണ്ടാക്കിയതാ. അങ്ങനെ പിന്നെ പെട്ടിയും സാധനങ്ങളെല്ലാം പറക്കിയെടുത്തിട്ട് നേരെ നമ്മൾ കുടുംബ വീട്ടിലേക്കോട്ടോ പോയത്. കുടുംബത്തിൽ മോശിയുടെ അച്ഛമ്മയുടെ വീട്ടിലാണ്. അവിടെ ചെന്ന് എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഒരു പഞ്ചായത്ത് നിറച്ച ആളുകളുള്ളതാണ് ഷാലുവിൻ്റെ യാത്രയൊക്കെ നിൽക്കുന്നത്. വേറാരും അല്ല, എൻ്റെ വീട്ടുകാരും അവിടുത്തുള്ളവരൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ പൊന്നിയും കുഞ്ഞാറ്റയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോഴത്തേക്ക് ഷാലു അതിശയിച്ചു പോയി. എന്നെ യാത്രയൊക്കെയാണോ ഇത്രയും പേരെന്ന് പറഞ്ഞ് അവളങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊരു കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരുപാട് ലേറ്റ് ആയി. പിന്നെ കാർ വന്നിട്ടുണ്ടായിരുന്നു. ശരത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ നേരെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. 10:30 ആയിരുന്നു ട്രെയിൻ. നമ്മൾ പിന്നെ സാധനവും പറക്കി എടുത്തുകൊണ്ടല്ല നേരെ വീണ്ടും നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുപാട് ദൂരം നമ്മൾ നടന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഷാലുമോൾ വേറെ വീഡിയോസും കാര്യങ്ങളും കുറേ എടുക്കുന്നുണ്ടായിരുന്നു. പോകുന്നതിൻ്റെ തിരക്ക് കാരണം അവർക്ക് കോളും വീഡിയോ കോളും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അത് കൂടെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഷാലുമോൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട് കോഴിക്കോടേക്ക്. അപ്പോൾ ആ കുട്ടിയും കൂടെ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വയ്യാതിരുന്ന സമയമായിരുന്നു ഷാലുമോളെ കൊണ്ടാക്കിയത്. എനിക്ക് ഓൾറെഡി പനി കാര്യങ്ങളായിരുന്നു. മുമ്പത്തെ ലോങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. എന്നാലും ഞാൻ അവളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാ ഉണ്ണിക്കുട്ടി വിഷമിച്ചിരിക്കുന്നത്? ഉണ്ണിക്കുട്ടിക്ക് വലിയ പടം. ട്രെയിൻ വരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വന്ദേ ഭാരത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതും കസിൻസ് എല്ലാം ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് അനിയും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. മോച്ചിയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് ഈ മോച്ചിന്ന് എല്ലാവരും ചോദിക്കുന്നത് ആരാണ് മോച്ചിന്ന്. ഷാലുമോൾ തന്നെയാണ് കേട്ടോ മോച്ചിന്ന്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അവസാനം ട്രെയിൻ വന്നു. എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവൾ ഹാപ്പി ആയിരുന്നു. പക്ഷേ അവൾക്ക് അവിടെ ചെന്നപ്പോൾ ചെറിയൊരു സങ്കടവും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക് വിഷമമില്ലേ? മഞ്ജു വിഷമമില്ലേ? ഷാലുമോൾ പോയപ്പോൾ നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനല്ലേ പോയത്. അങ്ങനെ പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. ചാച്ചാ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അവൾ കോഴിക്കോട് ഇരുന്ന് പഠിക്കുമായിരിക്കണം എന്ന് തോന്നുന്നു.